സാമുദായിക സമവാക്യങ്ങളൊക്കെ ഒത്തിണങ്ങി നേരത്തെ പോലെ തന്നെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM ഒരുങ്ങിയാൽ ജയസാധ്യതയില്ലേ? പടച്ചവൻ തന്നെ നേരിട്ട് അവിടെ വന്നു നിന്നാലും നിലമ്പൂരിലെ ജനങ്ങൾ വിടില്ല. മനസ്സിലായില്ലേ? പക്ഷെ ചെകുത്താൻ ജയിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? അതല്ല, അതാണ് പറയുന്നത്. ജനങ്ങൾ ഈ പറയുന്ന ചെകുത്താൻ, പിണറായിസം എന്ന് പറയുന്ന അല്ലല്ല, അതായത് അങ്ങാണ് രാവിലെ പറഞ്ഞത് അവിടെ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കുമെന്ന്. ഇപ്പോൾ പറയുന്നു പടച്ചോ നിന്നാലും ജയിക്കില്ല എന്നും. അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങ് പറഞ്ഞാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് ചെകുത്താൻ്റെ കൂടെയാണ് അവർ. ആ ചെകുത്താന്മാരുമായിട്ടാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് ചെകുത്താനെ പിടിച്ചിട്ട് പടച്ചോനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയാലും നിലമ്പൂരിലെ ജനങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തിരിച്ചറിവ് 26-ൽ അവർ തിരിച്ചു വരുമെന്നുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നരേഷൻ അത് അടിസ്ഥാനരഹിതമാണെന്നും കേരളത്തിലെ പൊതുസമൂഹം അവർക്കെതിരാണെന്നും തെളിയുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാവും. പിണറായിസത്തിനും മരുമോനിസത്തിനുമെതിരെ ജനങ്ങളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇടത് സൈബർ മേഖലയെ അപ്പാടെ നേതൃത്വം നൽകിയിരുന്ന, അതിൽ അഭിരമിച്ചിരുന്ന ഒരാളാണ് അങ്ങ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ സംവിധാനം മുഴുവനും അങ്ങേക്കെതിരെ നിൽക്കില്ലേ? ഇല്ല, ഇതിൽ PV Anwar ഒരു ഫാക്ടറുമല്ല. ഐ എം ഓൺലി എ ലേമാൻ ഇൻ ദ സ്റ്റേറ്റ്. ഞാൻ ഈ പറയുന്ന ഈ വിഷയങ്ങൾ എനിക്ക് കണ്ണുകൊണ്ട് കണ്ടതുപോലെ ബോധ്യപ്പെട്ട ഈ അനീതിക്കെതിരെയാണ് ഞാൻ ശബ്ദിച്ചിറങ്ങിയത്. ആ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് വേദിയൊരുക്കാൻ കൂടിയാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ആരും മത്സരിച്ചാലും അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെയാണ് ഞാനും കാണുന്നത്, നിലമ്പൂരിലെ വോട്ടർമാരും കാണുക. അതിൽ രാഷ്ട്രീയമുണ്ടാവില്ല. UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകളൊക്കെ PV Anwar ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ നിരുപാധിക പിന്തുണയാണ്. എന്തുകൊണ്ടാണ്? അന്ന് ഞാൻ രാജിവെക്കുന്ന രാഷ്ട്രീയ ചിത്രമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഈ 5 മാസം കൊണ്ടുണ്ടായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പിണറായിസം പിടിമുറുക്കുകയാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനം നമ്മൾ കണ്ടു, ജില്ലാ സമ്മേളനങ്ങൾ കണ്ടു. എന്താ സംഭവിച്ചത്? വാർഡ് ബ്രാഞ്ച് സെക്രട്ടറി പിണറായി, ലോക്കൽ സെക്രട്ടറി പിണറായി, ഏരിയ സെക്രട്ടറി പിണറായി, ജില്ലാ സെക്രട്ടറി പിണറായി, സംസ്ഥാന സെക്രട്ടറി പിണറായി. പിണറായിസത്തോടൊപ്പം നിൽക്കുന്ന ഒരാൾക്കല്ലാതെ ഈ ഗവൺമെൻറ്റിനെതിരെയോ പിണറായിസത്തിനെതിരെയോ ചർച്ച നടത്തിയ ഒരു സഖാവിനെ പോലും എവിടെ അക്കമഡേറ്റ് ചെയ്തിട്ടില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സംസ്ഥാനത്തെയും ഒരു സംസ്ഥാനത്തെ പാർട്ടിയെയും വരുതിയിൽ നിർത്തിക്കൊണ്ട് കുടുംബാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അധാർമികമായ രാഷ്ട്രീയമാണ് കഴിഞ്ഞ 5-6 മാസമായി കൊണ്ട് ഇവിടെ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു നിലപാട് എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ.